ബിനീഷിന് ഒരു നീതി, വീണയ്ക്ക് ഒരു നീതി എന്ന് പറയുന്നത് വളരെ വേറിടല്ലേ? ഇപ്പൊ ബിനീഷ് കൊടിയേരിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ മാത്രമല്ല, ഒരു ഘട്ടത്തിൽ SFIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാ, ഈ പാർട്ടിയുമായി ബന്ധമുള്ള ആളാ. അങ്ങനെ പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന ബിനീഷ് കൊടിയേരിയുടെ കാര്യത്തിൽ പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനായിട്ട് പോലും CPM എടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? ഈ പറയുന്ന ഒറ്റയ്ക്ക് നേരിടണം എന്നുള്ളതാ. പക്ഷേ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത, വിദ്യാർത്ഥി സമരങ്ങളുടെ അയൽപ്പക്കത്ത് പോലും വന്നിട്ടില്ലാത്ത, സ്വാശ്രയ കോളേജിൽ പഠിച്ച പിണറായി വിജയന്റെ മകൾ എന്ന ബന്ധം മാത്രം ഈ പാർട്ടിയുമായുള്ള വീണയുടെ കാര്യത്തിൽ ഈ നേരെ ഒരു ഘടകവിരുദ്ധമായ സമീപനാണെന്നേ. ഇതിന് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ, അതിന് മറുപടി പറയാതെ കേരളത്തിലെ CPM-ന് ഒരു അടി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്. ED-യെ വിമർശിക്കാത്ത ആളുകളല്ല ഞങ്ങൾ. ED വിശുദ്ധ പശുവാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അതേസമയം ഇതിനെ നേരിടേണ്ടത് ED-ക്കെതിരെ. ഇവിടെ നേരത്തെ ബഹുമാനായ അരുൺകുമാർ പറഞ്ഞത് എന്താ? ഹൈദരാബാദിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഡൽഹിയിൽ ആക്രമണം ഉണ്ട്. അത് ED-ക്കെതിരെ അല്ലെന്നേ. അത്തരം ചില വൈകാരിക പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. അത് ED-ക്കെതിരെ അല്ല. ഇവിടുത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. ED വന്ന വാഹനമാണ് ആക്രമിക്കപ്പെടുന്നത്. ആ പ്രക്രിയയാണ് തടസ്സപ്പെടുത്തുന്നത്. അതിനുശേഷം കോഴിക്കോടോ മടങ്ങുകയായിരുന്നു. ഇവിടെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് പ്രക്രിയ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. മടങ്ങുകയാണെങ്കിൽ ആ മടങ്ങുകയാകുമ്പോ അവർ സഞ്ചരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് എന്താ? അത് അവർക്ക് നേരെയുള്ള ഭീഷണിയാണെന്നേ. ഇപ്പൊ സ്മൃതി ഒരു ഇന്റർവ്യൂ എടുത്ത് മടങ്ങിയിട്ട് സ്മൃതിയുടെ വാഹനം ആക്രമിക്കപ്പെട്ടാൽ അതിന്റെ അർത്ഥം ഇന്റർവ്യൂ കഴിഞ്ഞു, അത് സ്മൃതിക്കെതിരല്ല, സ്മൃതിയുടെ മാധ്യമ പ്രവർത്തനത്തിനെതിരല്ല എന്ന് പറയാൻ കഴിയും. ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഈ പറയുന്ന ഈ അന്വേഷണ പ്രക്രിയ പൂർത്തിയാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ന് പറയുമ്പോൾ ഞാൻ ബാക്കിയുള്ളവർക്ക് അരുൺ പെട്ടെന്ന് പറയാമോ? അല്ല, ED-ക്കെതിരെ ഞങ്ങൾ അവിടെ നടത്തിയത്, കേരളത്തിന് പുറത്തൊക്കെ നടത്തിയത് ED-ക്ക് എതിരെയാണ്. ഇവിടെ എന്താ ED-ക്ക് എതിരെ അല്ല ഞങ്ങൾ നടത്തിയ പ്രതിഷേധം എന്നാണോ അങ്ങയുടെ വാദം? എനിക്ക് മനസ്സിലായില്ല. അത് കായികമായ ആക്രമണം എന്നുള്ളതായിരിക്കണം. ഉദ്യോഗസ്ഥരെ, ഞാൻ ഇന്നലെ അരുണോട് ചോദിച്ചതുമാണല്ലോ, ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന രൂപത്തിൽ വാഹനം എന്ന് പറയുമ്പോൾ വാഹനത്തിനകത്തുള്ളവരെയും ആക്രമിച്ചിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നേരത്തെ ചൂണ്ടിക്കാണിക്കാമോ? വാഹനങ്ങൾ കത്തിച്ചു, ടയർ കത്തിച്ചു എന്നുള്ളത് അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അത് ഒരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധം ശരിയോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ ഇത് ശാരീരികമായി ആക്രമിക്കുന്ന രൂപത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അതാണ് നമ്മൾ കണ്ടത്.